ചായ കുടിക്ക്. മറിയാമ്മ ഉണ്ടാക്കിയാണോ ഈ ചായ? അല്ല, അമ്മച്ചി ഉണ്ടാക്കിയതാ. എന്തേ, കൊള്ളതില്ലേ? കൊള്ളാം, ഭയങ്കര കടുപ്പം. ഇത്ര കടുപ്പത്തിൽ ഞാൻ ചായ കുടിക്കാറില്ല. സൈമൺ എന്നെ ഓർക്കുന്നുണ്ടോ? ഇല്ല. പുലിമുരുകന്റെ ടിക്കറ്റ് അന്ന് സൈമണിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ബ്ലാക്കിൽ വാങ്ങിച്ചത്. അതാണ് എവിടെ കണ്ട പരിചയം. ശ്രീകുമാറിന്ന്. പക്ഷെ 300 രൂപ വാങ്ങിച്ചു. പുലിമുരുകന് 300 രൂപ അത്ര കൂടുതലൊന്നല്ല. അതുകൊട്ടെ, മറിയാമ്മയ്ക്ക് വിജയ് സാറിന് ഇഷ്ടമാണോ? വിജയ് സാറോ? വിജയ് സേതുപതി. ഇളയ ദളപതി വിജയ്. അപ്പോ സൈമൺ എന്താ ജോബ്? ഭൈരവയുടെ റിലീസ് എടുത്തു വരുവാണല്ലോ, അതുകൊണ്ടിപ്പോ ജോലിക്ക് പോവാറില്ല. വിജയ് സാറിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് പറഞ്ഞില്ല. അത് പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് സൂര്യനെ ഇഷ്ടം. ഏത് സൂര്യ? സിംഗം സൂര്യ. അല്ല, PSC ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ടല്ലോ, ജോലി കിട്ടത്തില്ലേ? പിന്നെ കിട്ടും. ഒന്ന് വെയിറ്റ് ചെയ്യേ. സെൽവണ്ണ. വണക്കം സെൽവണ്ണേ. സെൽവണ്ണ ആര്? സെൽവണ്ണ. സെൽവണ്ണ അതാര്? ഫിക്സ് പണിയാച്ചാ. റിലീസ് ഡേറ്റാ എപ്പാ? എന്നെ സാർ, എന്നെ സാർ. ഹലോ 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 ഹലോ. പാലഭിഷേകം, പാലഭിഷേകം വേണ്ടാന്നോ? പാലഭിഷേകം എടാ, റിലീസിന്റെ ഒന്ന് പാലഭിഷേകം വേണ്ട. ആര് പറഞ്ഞു? സെൽവൻ. അയാളാരാ? അയാൾ അവിടുത്തെ കാര്യം നോക്കിയാൽ മതി. അതെ, സെൽവൻ തമിഴ്നാട്ടിലെ കാര്യം നോക്കിയാൽ മതി. കേരളത്തിലെ കാര്യം നോക്കാൻ നമുക്കറിയാം. വിജയണ്ണന് പാലഭിഷേകം ഇല്ലാതെ ഇവിടെ പടം റിലീസ് നടക്കില്ല. നീ അവിടെ ഇരിക്കടാ. 2 പാക്കറ്റ് പാല് പൊടിച്ചു വെക്കണ കേസല്ലേ ഉള്ളൂ, അത് നമുക്ക് ചെയ്യടാ. നമ്മളിങ്ങനെ ക്ഷമിക്കുന്നോണ്ടാ നമുക്ക് ഫോട്ടോഷൂട്ട് കിട്ടാത്ത. ആ സെൽവിനോട് നല്ല ഐഡിയ കൊടുക്കണം. നീ അടങ്ങ്. അല്ല, ശരിക്കും നിങ്ങൾക്ക് എന്താ പരിപാടി? അല്ല, ഞാനാണല്ലോ ഈ ഇളയ ദളപതി രസികർ മണ്ഡലം സെക്രട്ടറി. ഞാൻ ആരുമല്ല, യൂബർ ഡ്രൈവർ മൂസ. ഈ ഉപ്പിന് ഇന്ത്യയിൽ എന്താ പറയുന്നത്? ഉപ്പിന് നമുക്ക് 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 നമുക്കല്ല, ഉപ്പിന്. ഉപ്പിനെയാണ് നമുക്കെന്ന് പറയുന്നത്. നമുക്ക് എന്തിനാ ഇത്ര ഇട്ടേ? പണി അറിയാതൊക്കെ പറഞ്ഞു വിടറ. ശരി മുതലാളി, നീ അവനോട് അങ്ങ് പോക്കോ. എന്റെ കുടുംബം മുതലാളി, എന്റെ ബുൾസൈല് കറക്റ്റ് നമുക്കാ. കറക്റ്റ് നമുക്ക് ഇട്ട് ഒരു ബുൾസൈ എടുത്ത് നോക്കട്ടെ. ജൽദി കരോ. എന്തിനാണ് നിനക്ക് ശമ്പളം തരണേ? ഗുളിക കഴിക്കുന്നത് കൊണ്ട് അറിയാതെ മയങ്ങിപ്പോയതാ. എന്നാ മര്യാദ എടുത്തോണം. തുറക്കണ കയറ്റ്. സമയം കഴിഞ്ഞു. തുറക്കണോ? മുതലാളി ഇന്ദ്ര. എത്ര നേരമായിട്ട് വിളിക്കുന്നാ? നീ കാര്യം വേണപ്പാ. ആ കോശി ഡോക്ടർ വിളിച്ചിരുന്നു. അയാളുടെ അസിസ്റ്റന്റ് ഡോക്ടർ ചോമൻ, അവനാള് ഹോസ്പിറ്റലിൽ കമ്പ്യൂട്ടറിൽ നിന്ന് അവൻ കോപ്പി ചെയ്തിരിക്കുന്നത്. ഡോക്യുമെന്റ്സ് ഒന്നും പുറത്തു പോയിട്ടില്ല. പക്ഷെ അവൻ കമ്മീഷണർ കണ്ട പിന്നെ പണിയാ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? അവന്റെ ഒരു ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ചെയ്തേ. ആ
അണ്ണൻ അവിടെ ഹോട്ടൽ പണിയണം, അതിനാ പുറമ്പോക്കിലെ ഒഴിപ്പിക്കണം. ഇതെനിക്ക് വിട്ടു തന്നേരം അർജുണ്ണ. അതിന്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചൊന്നും കഴിക്കാതിരിക്കണ്ട, അൾസർ വരും. താൻ ചെയ്. നമുക്കൊരുമിച്ച് കഴിച്ചാലോ? തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല മൊട്ടിട്ടു വല്ലോ നീലാക്കി. അതെ, മുതലാളി ഇതൊന്നും കഴിക്കത്തില്ല. തട്ടുദോശയും വാറ്റും, അതാണ് മുതലാളിയുടെ കോമ്പറ്റീഷൻ. ഓ അയാലും നമ്മളെ കിടക്കട്ടെ. നടക്കുകയില്ല. അർജുനൻ പോവാണോ? തനിക്ക് ബോധം വരുമ്പോ വിളിക്കേ. അപ്പൊ വരാം. ഹലോ, ഒന്ന് പറയടേ. അതെ, മുതലാളിയുടെ ടേസ്റ്റ് താഴെ വെയിറ്റ് ചെയ്യുക. തറവാട് ശാന്ത. എന്നാ ശാന്ത എന്ന് വിട്ടേക്കണേ. ആദ്യം തന്നത് തിന്ന്, എന്നിട്ട് ശാന്ത. വയസ്സാം കാലത്ത് കുള്ളന്റെ ആക്രാന്തം. മുതലാളി, നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പാള്. എന്താടോ സർ, ഈ വർഷം നല്ല റിസൾട്ടാണ് ക്യാറ്റിന്. രാഹുൽ ക്യാറ്റ് 153 ആൻഡ് പ്രിൻസ് ക്യാറ്റ് 201. കാറ്റ് കാറ്റ് പൂച്ച. സർ കിട്ടാനുള്ള ഫീസ് മുഴുവൻ പിരിച്ച. ഇല്ല സർ, കുറച്ച് ബാലൻസ് കിട്ടാറുണ്ട്. തട്ടുകടയായാലും സ്റ്റാർ ഹോട്ടലായാലും അർജുൻ ഒരു മാനേജ്മെന്റ് അറിയൂ. ഈ പശുവിനെ കറക്കുമ്പോ മുഴുവനും കറക്കണം, ഇല്ലേ പാല് കുറയും. അവിടിന് നീരും അടിക്കും, അല്ലേടി? നാളെ മൊത്തം കാശും മേശപ്പുറത്ത് വരണം. ശരി. പൊക്കോ.